നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് MLA ആയിരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ പരാതിയുമായിട്ട് രംഗത്തേക്ക് എത്തുന്നത്. വിവാഹ വാഗ്ദാനം ചെയ്ത ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, അതിനിടയിൽ ഭ്രൂണഹത്യ പോലുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുകയും ചെയ്തു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതികൾ മോശമായിരുന്നു എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയ ഒരു നടിയായിരുന്നു റിനി. ഇപ്പോൾ റിനി കോൺഗ്രസിന്റെ വിജയം അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേൽക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഒരു വിജയാഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി സത്യപ്രതിജ്ഞാ സമയത്ത് അവിടെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ആ അനുഭവം പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. ആ കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് നടിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റിനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: മെയ് 18, 2026 എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു സുദിനം. ഞാൻ MLA എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിന്റെ CM ആയിട്ടുള്ള ദിവസം. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം. വേദിയിൽ നിന്ന് തന്നെ ആ ചരിത്ര മുഹൂർത്തം കണ്ണ് കുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. ഒരുപാട് ദേശീയ നേതാക്കളെ അടുത്ത് കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ണുകടി ഉണ്ടായ ചില കുലംകുത്തികൾ ഊരിയിട്ടു. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിച്ചു വിടുകയും ചെയ്തു. അവർ കോൺഗ്രസുകാർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസുകാർക്ക് അത്രയും സ്നേഹ വായ്പോടെയുള്ള പെരുമാറൽ മാത്രമേ എന്നോടുണ്ടായിട്ടുള്ളൂ. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസുകാർ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതൻ ആയിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ്. എന്നാൽ ഇത്തരത്തിൽ നടി കുറിപ്പ് പങ്കുവയ്ക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില കുറിപ്പുകൾ അത് വലിയ രീതിയിൽ ഗൗരവ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറുന്നുമുണ്ട്. അത്തരമൊരു പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: കോൺഗ്രസിന്റെ നേതാക്കളെ, ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളും നമ്മളുടെ സഹപ്രവർത്തകരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഒരുപാട് സമരങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഫലമായുള്ള സന്തോഷ നിമിഷമായിരുന്നു അത്. നമ്മുടെ എത്ര സഹപ്രവർത്തകരാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് തെരുവിൽ കിടന്നത്? എത്ര സഹപ്രവർത്തകരാണ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്? അതിൽ മഹിളാ പ്രവർത്തകരുമുണ്ടായിരുന്നു. അവർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തി. പന്തൽ 25,000 പേരെ ഉൾക്കൊള്ളാൻ മാത്രം ശേഷിയുള്ളതായിരുന്നുവെങ്കിലും 2.5 ലക്ഷത്തോളം ആളുകളാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് എത്തിയത്. അവിടെ വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു അകത്ത് കയറാൻ സാധിക്കില്ല എന്ന്. കയറാൻ കഴിയാതെ ഒരുപാട് സഹപ്രവർത്തകർ പുറത്ത് കാത്തുനിന്നു. നമുക്കാർക്കും പരാതിയില്ല. കാരണം നമുക്കവിടെ ഒന്നെത്തിയാൽ മതി എന്നതായിരുന്നു നമ്മുടെ മനസ്സിൽ കണ്ടോളം ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടോളാം. അത്രയധികം നമ്മൾ കാണാൻ കാത്തിരുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ പല സഹപ്രവർത്തകരും ഒന്നാം പന്തലിരിപ്പിടത്തിലേക്ക് പോലും എത്താൻ പറ്റാതെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയാതെ ഇരുന്നപ്പോൾ എങ്ങനെയാണ് VIP പാസ് നേടി റിനി ആൻഡ് ജോർജിനെ പോലെയുള്ള ഈ പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ, പാർട്ടിക്ക് ഇത്രമാത്രം പേരുദോഷം ഉണ്ടാക്കിയ ആളെ അകത്ത് കയറ്റിയത് എന്നുള്ളതാണ് ചോദ്യം. അവരെങ്ങനെയാണ് അകത്ത് കയറി കൂടിയതെന്നാണ് ചോദ്യം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും നടന്ന ജ്യോതി വിജയകുമാറിനെ പോലെയുള്ള ആളെ പോലും പോലീസ് തടഞ്ഞു നിർത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ റിനി ആൻഡ് ജോർജിനെ ആരും തടഞ്ഞില്ല. അവർ വേദിയിൽ വരെ എത്തി. അതീവ സുരക്ഷയുള്ള തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തിരിക്കുന്നു. വിജയിച്ചു വന്ന UDFന്റെ MLA-മാരിൽ പലരും പോലും ഇന്നലെ ആ വേദിയിലെത്താൻ കഴിയാതിരുന്ന സാഹചര്യം. ഇത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അറിഞ്ഞു ചെയ്തതാണ് താൻ കരുതുന്നില്ല. ഏതെങ്കിലും ഓഫീസിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഒപ്പിച്ച പാസ് ആയിരിക്കണം അതും. ആ ആളിനോടും ആ ആളുകൾക്ക് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം.
ഇത്തരം ആളുകൾ ഓഫീസിലേക്ക് കടന്നു കയറിയതിൻ്റെ ഫലം കോൺഗ്രസ് നന്നായി അറിഞ്ഞതാണ്. സ്വപ്നയും സരിതയും കയറിയതിൻ്റെ ഫലം രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചതും നമുക്കറിയാം. നീതിമാനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ മറന്നിട്ടില്ല. ഇത്തരം അവതാരങ്ങൾ അധികാരമുള്ളപ്പോഴെല്ലാം വരും. ഇവളാണ് പറവൂരിൽ ശ്രീ വി.ഡി. സതീശനെതിരെ സംഘടിപ്പിച്ച സ്ത്രീകളുടെ യോഗത്തിൽ ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഷൈൻ ടീച്ചറോടൊപ്പം പങ്കെടുത്തത്. അന്നവൾ കോൺഗ്രസ് വിരുദ്ധ വേദിയിലായിരുന്നു. കോൺഗ്രസിനെ കളിയാക്കിയും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവളെപ്പോലെയുള്ള ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസിലെ ജീവനക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ സർക്കാർ. ഞങ്ങൾ തെരുവിൽ സമരം ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സർക്കാർ. ഈ സർക്കാരിനെ തകർക്കാനുള്ള അത്തരം അവതാരങ്ങളുടെ ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല, അംഗീകരിക്കില്ല എന്നാണ് കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ നടിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പല രീതിയിലുള്ള പോസ്റ്റുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതേസമയം കോൺഗ്രസിന്റെ വിജയത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു പേര് വരുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും ഈ നടിയുടെ പേരൊക്കെ പരാമർശിക്കപ്പെടുന്നത്. പക്ഷേ മറുവശത്ത് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസിന്റെ വിജയം അതേപോലെ തന്നെ അംഗീകരിച്ച് ആഘോഷിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഫലപ്രഖ്യാപനം അന്ന് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ കഠിനമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു സാഹചര്യമാണ് ഇത്. ജനവിരുദ്ധ ഭരണത്തിനെതിരെ തെരുവുകളിൽ സമരം ചെയ്ത 10,000-കണക്കിന് സഹപ്രവർത്തകർ, ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചൊരിഞ്ഞ സാധാരണക്കാർ, ഭീകരവാദികളെ പോലെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട നിരപരാധികൾ, ഒരു സ്ഥാനവും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വീടാന്തരം കയറി ജനാധിപത്യത്തിനായി വോട്ട് അഭ്യർത്ഥിച്ച പ്രവർത്തകർ, അവരുടെ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചത്. അവരുടെ പ്രതീക്ഷയും പരിശ്രമവും ഇന്ന് ജനങ്ങളുടെ സർക്കാരായി രൂപം കൊണ്ടിരിക്കുകയാണ്. ആ സർക്കാരിനെ നയിക്കാനുള്ള ദൗത്യം ഹൈക്കമാൻഡ് ശ്രീ വി.ഡി. സതീശനെ ഏൽപ്പിച്ചിരിക്കുന്നു. ജനഹിതം മുൻനിർത്തി ജനങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഭരണമായി ഈ സർക്കാർ മാറുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന ഇതേ വേദിയിൽ, സത്യപ്രതിജ്ഞാ വേദിയിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പാർട്ടി പുറത്താക്കിയാലും വി.ഡി. സതീശൻ അതിന് നിർദ്ദേശം നൽകിയാലും തനിക്ക് അതൊരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിനുള്ള കാരണമല്ല, അത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള വിഷയമല്ല, പാർട്ടിയുടെ നിലപാട് അതേപോലെ തന്നെ സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. പാർട്ടി പുറത്താക്കിയാലും കോൺഗ്രസുകാരൻ തന്നെയാണ് താന് എന്ന് ആവർത്തിച്ചു പാലക്കാട് മുൻ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സത്യപ്രതിജ്ഞാ വേദിയിൽ. കഴിഞ്ഞ 10 വർഷത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് നിലവിലെ വൻ വിജയമെന്നായിരുന്നു ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനും ആളുകൾ ഇടിച്ചു വന്നിരുന്നു. എക്കാലവും പാർട്ടിക്കാരനായി തുടരുമെന്നും അതിനാൽ തന്നെ ഖേദമൊന്നുമില്ല എന്നുമാണ് രാഹുലിന്റെ പക്ഷം. ജനപ്രതിനിധിയാവണോ പാർട്ടി ഭരണവാഹിയാകണോ എന്ന് ചോദിച്ചാൽ എന്നും ഭാരവാഹിയാകണമെന്നും മാത്രമേ താൻ പറയാറുള്ളെന്നും നിരാശകളില്ല, രാഷ്ട്രീയം പറയുന്നത് തുടരും എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ക്ലാരിറ്റിയാണ് തൻ്റെ രാഷ്ട്രീയം പറയലെന്നും പദവികൾക്കായി ഉള്ളതല്ല തൻ്റെ രാഷ്ട്രീയം എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേസമയം 1.5 പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് UDF നയിക്കുന്ന ഒരു മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കുകയാണ് എന്നുള്ള ആവേശവും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കൃത്യം 10 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ വേദിയിൽ VVIPകൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് സർക്കാർ ലോക്ഭവനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ലോക്ഭവൻ നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം വേദിയിൽ മതിയെന്നായിരുന്നു ആദ്യ തീരുമാനം.
പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെയും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെയും ക്ഷണിക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ, മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിവരൊക്കെ ഉണ്ടാകുമെന്ന് പ്രോട്ടോകോൾ വിഭാഗം ഗവർണറെ അറിയിച്ചതിന് പിന്നാലെ വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മതി എന്ന നിർദ്ദേശം നൽകുകയും വന്നു. പക്ഷേ പിന്നീട് നടപടികളൊക്കെ മറ്റൊരു തലത്തിലേക്കൊക്കെ പോവുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ നടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.